ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമാണ്. നമ്മൾ തിരിച്ചുമാണ്. 2 ദിവസം ഈ ഗുരുദ്വാരയിലാണ് നമ്മള് ഫുഡും താമസമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഗോവിന്ദ് ഘാട്ടിൽ എത്തിയിട്ട് നമ്മള് ബദ്രീനാഥിലേക്കാണ് പോവുക. ഗൈസ്, ഷൂ ഒക്കെ നനഞ്ഞത് കൊണ്ട് നമുക്ക് ഇടാനാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി ചെറിയ പ്ലാസ്റ്റിക് കവർ വാങ്ങി അത് ഇട്ടിട്ട് അങ്ങനെ 3 മണിക്കൂറിന്റെ നടത്തിയ ശേഷം നമ്മൾ പുല്ലിലെത്തി. പുല്ലിന്നൊരു ജീപ്പ് പിടിച്ച് ഗോവിന്ദ് ഘാട്ടിലെത്തി. അപ്പം ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. നമ്മൾ അന്ന് രാത്രി ഇറങ്ങിയ സ്ഥലം. അപ്പൊ ഇവിടത്തെ ഫുഡെല്ലാം കഴിച്ച് നമുക്ക് നാവിന്റെ ടേസ്റ്റിലും പോയി. അപ്പൊ കുട്ടേട്ടൻ പറഞ്ഞ നമുക്ക് ബദ്രീനാഥിൽ എത്തിയിട്ട് ബിരിയാണി കുക്ക് ചെയ്താലാണ്. അപ്പൊ പിന്നെ എല്ലാവരും അടിപൊളി ഉഷാറായി. എന്നിട്ട് അതിന് വേണ്ട സാധനമൊക്കെ സെറ്റാക്കി. നമ്മൾ ഏകദേശം 4:30 തൊട്ട് ബസ്സിന് കാത്തു നിൽക്കുന്ന. അപ്പൊ നമ്മൾ നാട്ടുകാരോട് ചോദിച്ചപ്പോ നാട്ടുകാരുടെ സ്ട്രൈക്കാണ്, അതുകൊണ്ട് ബസ്സൊന്നും ഇല്ലാന്ന്. അപ്പൊ നമ്മൾ ടാക്സി പിടിക്കാച്ചു. അപ്പൊ ടാക്സിക്ക് ആവുമ്പോ ഭയങ്കര പൈസ, 3000 ഉറുപ്പ്യൊക്കെയാണ് പറയുന്നത്. ആകെ 24 കിലോമീറ്റേഴ്സേ ഉള്ളൂ, അതിന് ഇത്ര പൈസ. അപ്പൊ എന്തായാലും നടക്കൂലെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ പിന്നെയും കുറച്ച് വെയിറ്റില്. നമ്മളെന്തോ ഭാഗ്യത്തിന് ബസ് വന്ന് കഴിയും. അങ്ങനെ ബസ് നമ്മൾ ഓടിച്ചാടി കയറി. ബസ്സാണെങ്കിൽ ഫുള്ള് തിരക്ക്. നമ്മൾ ടൈറ്റ് ആയിട്ട് ഇരുന്ന് ഏകദേശം ഒരു മണിക്കൂർ അതിനുള്ളിൽ ഇരുന്ന്. എന്നിട്ട് അവസാനം നമ്മൾ ബദ്രീനാഥ് എത്തി കഴിയും. അപ്പം ബദ്രീനാഥിലെ ഗുരുദ്വാര ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റേ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഒരു റൂം എടുക്കണം. അപ്പോ ഇവിടെ ചീപ്പായിട്ടുള്ള റൂം വെച്ചാല് യൂത്ത് ഹോസ്റ്റലാണ്. യൂത്ത് ഹോസ്റ്റലില് പെർ ഹെഡ് വരുന്നത് 250 രൂപയാണ്. ഇത് ശരിക്കും ഡോമെട്രി ആണ്. 10 ബെഡാണ് റൂമിൽ വരുന്നത്. പിന്നെ നമ്മൾ രാവിലെ കഴിച്ചാണ്, വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഒടുക്കത്തെ വിശപ്പേനു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല ലേറ്റ് ആയി, കാരണം വെച്ചാൽ ബസ് മിസ് ആയതുകൊണ്ട്. ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് തന്നെ 12:15. പക്ഷെ സമയം നമ്മൾ നോക്കിയില്ല, കാരണം കുറെ ദിവസമായി മാഗി മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാവിന് കുറച്ച് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ നമ്മള് സമയം നോക്കിയില്ല. അപ്പൊ സ്റ്റവും കുക്കറും നമ്മളതല്ല. ഞാൻ പറഞ്ഞില്ല, ബാംഗ്ലൂരിൽ നിന്ന് 2 ചെക്കന്മാരൊക്കെ അവരുടെ അടുത്ത് സ്റ്റവും കുക്കറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അടിപൊളി ബിരിയാണി കഴിക്കാൻ പറ്റി. നമ്മൾ 9 പേരുള്ളതുകൊണ്ട് ഫുഡ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പം ടൈം കൂടുതൽ എടുത്തത്, കാരണം വെച്ചാൽ കുക്കർ ചെറുതാണ്. അപ്പൊ നമ്മള് ഷിഫ്റ്റ് ആക്കി ഉണ്ടാക്കിയത്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഗൈസ്. നല്ല വിശപ്പുള്ളതുണ്ടോന്ന് അറിയില്ല ഗൈസ്. എന്റെ ജന്മത്തിൽ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഗൈസ്, ബാക്കിയെല്ലാം അടുത്ത വീഡിയോയില്. അപ്പോ ബൈ.